കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വില്ലൻ പരിവേഷം നൽകുവാൻ മാധ്യമങ്ങൾ അവരുടെ കഴിഞ്ഞ നൂറ്റാണ്ട് പരിശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഒരു വ്യക്തിയെ വില്ലനായി അവതരിപ്പിക്കുമ്പോഴാണ് മറുചേരിക്ക് ഒരു നായകൻ ഉണ്ടായി വരുന്നത്. കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ EMSനെ എടുത്ത് പരിശോധിച്ചാലും ശ്രീ കേളപ്പജിയെ എടുത്ത് പരിശോധനാ വിധേയമാക്കിയാലും ശ്രീ കരുണാകരനെയും ഒക്കെ എടുക്കുമ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിനപ്പുറം ഇടതുപക്ഷത്തിൻ്റെയോ ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ രാഷ്ട്രീയ സമീപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ എന്നതിനപ്പുറം വ്യക്തി ആരാധന ഇല്ലെങ്കിൽ നായക വില്ലൻ പരിവേഷം കേരളത്തിനത്ര പരിചിതമായിരുന്നില്ല. എന്നാൽ ശ്രീ പിണറായി വിജയൻ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ശ്രീ പിണറായി വിജയനെതിരായി മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകൾ, ഒരു വശത്ത് അദ്ദേഹത്തിന് വില്ലൻ്റെ പദവി നേടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അതിനെ പ്രതിരോധിക്കുവാൻ നായക പരിവേഷം അദ്ദേഹത്തിന് ലഭിച്ചത് സ്വാഭാവികമാണ്. മൂന്നാമത്തെ ടേമിലേക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി അതിൻ്റെ ഭരണം തുടരാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടുതൽ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ, മറുവശത്ത് അദ്ദേഹത്തിന് നായക പദവി നൽകാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത് ഇടതുപക്ഷ പൊതു രാഷ്ട്രീയത്തിൽ എന്തോ അപകടം സംഭവിച്ചതാണ് എന്ന പ്രചരണം നടത്താൻ ഇതേ വലതുപക്ഷ മാധ്യമങ്ങൾ മടിക്കാതെ നിൽക്കുന്നു. ചുരുക്കത്തിൽ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഇടത് വലത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൽ ഉരുത്തിരിഞ്ഞുണ്ടാക്കുന്നതിൽ ശ്രീ പിണറായി വിജയനെ മുൻനിർത്തി മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇന്ന് വില്ലൻ്റെയോ നായകൻ്റെയോ റോളുകളിലേക്ക് ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തെ എതിർക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവാകാൻ കൊതിക്കുന്ന സതീശനെയും മാറ്റിയെടുക്കുന്നുണ്ട്. ഈ സമീപനങ്ങൾ അനാരോഗ്യകരമായ ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കാണ് കേരളത്തിൽ വേദിയൊരുങ്ങുന്നത്. ഇതിനുള്ള കാരണക്കാർ ഈ നേതാക്കന്മാർ അല്ല, മറിച്ച് ഈ നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള മാധ്യമങ്ങളുടെ ബോധപൂർവമായ ശ്രമമാണെന്നും അത് തീവ്ര വലതുപക്ഷ മാധ്യമ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും അത് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ ഉള്ളടക്കങ്ങളെ അട്ടിമറിക്കുന്നുണ്ട് എന്നും ഇനിയെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ തിരിച്ചറിയണം.